Advent of modern industries and the plight of workers. ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അഡ്വെന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വരവെന്നാണ്. ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. മോഡേൺ ഇൻഡസ്ട്രീസ് ആരംഭിച്ചതോടുകൂടി ഇന്ത്യയിലെ തൊഴിലാളികളുടെ കണ്ടീഷൻ വളരെ മിസറബിളായി, ദുരിതപൂർണമായി മാറി. മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ വരവോടുകൂടി ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാരുടെ വ്യവസായശാലകളിലും ഫാക്ടറികളിലും അക്കാലത്ത് പണിയെടുത്തിരുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മാറി. മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ വരവോടുകൂടി ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മാറി. അക്കാലത്ത് ഇന്ത്യൻ വർക്കേഴ്സ് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ വർക്കേഴ്സ്? അന്ന് തൊഴിലാളികൾ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ്, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്. പ്രൊലോങ്ഡ് മീൻസ് ലോങ് വർക്കിംഗ് അവേഴ്സ്. ആ കാലഘട്ടത്തിൽ ഒരു തൊഴിലാളി 18 മണിക്കൂർ വരെ, ഒരു ദിവസം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 18 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയി തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ലോങ് വർക്കിംഗ് അവേഴ്സ്. തൊഴിലാളിയുടെ പ്രവൃത്തി സമയം വളരെ കൂടുതലായിരുന്നു. മീഗർ വേജസ്, ലോ വേജസ്, തുച്ഛമായ കൂലി. അൺഹെൽത്തി അക്കോമഡേഷൻ, അനാരോഗ്യകരമായ പാർപ്പിട സൗകര്യങ്ങൾ. വലിയ ഷെഡുകളൊക്കെ ഉണ്ടാക്കി ആ ഷെഡുകളിലാണ് 100-200 തൊഴിലാളികൾ താമസിച്ചിരുന്നത്. അവരുടെ അക്കോമഡേഷൻ വളരെ അൺഹെൽത്തി ആയിരുന്ന, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളാണ് തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. ഇതെല്ലാമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. വാട്ട് വെയർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ വർക്കേഴ്സ്? Prolonged working hours, meager wages and unhealthy accommodation. ദൈർഘ്യമേറിയ പ്രവൃത്തി സമയം, തുച്ഛമായ കൂലി, അനാരോഗ്യകരമായ പാർപ്പിട സൗകര്യങ്ങൾ. അവരുടെ തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങൾ വളരെ അൺഹെൽത്തി ആയിരുന്നു. വലിയ ഹാളുകളിലാണ് തൊഴിലാളികൾ കഴിഞ്ഞിരുന്നത്. വൃത്തിയുള്ള താമസ സൗകര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. These were the major problems faced by workers in the modern industries started by the British. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച ആധുനിക വ്യവസായശാലകളിൽ, അവരുടെ ഫാക്ടറികളിൽ പണിയെടുത്തിരുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങളായിരുന്നു പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മീഗർ വേജസ് ആൻഡ് അൺഹെൽത്തി അക്കോമഡേഷൻ. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സംഘടനകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട തൊഴിലാളി സമരങ്ങളായിരുന്നു ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്, അജിറ്റേഷൻസ് ഓഫ് വർക്കേഴ്സ്. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളികൾ നടത്തിയ 2 പ്രധാന അജിറ്റേഷൻസ് ആയിരുന്നു, കലാപങ്ങളായിരുന്നു, സമരങ്ങളായിരുന്നു. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ആൻഡ് കൽക്കട്ട ജൂട്ട് മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക്. ഇവയായിരുന്നു ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന തൊഴിലാളി സമരങ്ങൾ. Early workers agitations in India. ഇന്ത്യയിലെ ആദ്യകാല 2 തൊഴിലാളി സമരങ്ങളായിരുന്നു ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്, കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക്. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ആൻഡ് കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക്. These were the 2 important early workers agitations in India. ഇന്ത്യയിലെ ആദ്യകാല 2 തൊഴിലാളി സമരങ്ങളായിരുന്നു ഇവ. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് and Calcutta jute mill strike. War of Indian independence or the revolt of 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നെങ്കിലും ഇത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് നടത്തിയ ഒന്നാമത്തെയും അവസാനത്തെയും സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണെന്ന് അറിയപ്പെടുന്നത്
എന്നാൽ ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാർ ഇതിനെ ഷിപ്പോയി മ്യൂട്ടണി എന്നാണ് വിശേഷിപ്പിച്ചത്. ഷിപ്പോയി മ്യൂട്ടണി. ഷിപ്പോയിസ് എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷ് ആർമി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അവരുടെ ഒരു ആർമി ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ആർമി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യക്കാരായ സോൾജിയേഴ്സ്, ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള സോൾജിയേഴ്സ് ആയിട്ടാണ് ഇന്ത്യക്കാർക്ക് നിയമനം നൽകിയിരുന്നത്. ബ്രിട്ടീഷ് ആർമിയിലെ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള, ഏറ്റവും കുറഞ്ഞ ശമ്പളമുള്ള, ഏറ്റവും താഴ്ന്ന റാങ്കുള്ള പട്ടാളക്കാരാണ്, ഇന്ത്യക്കാരായ പട്ടാളക്കാരാണ് ശിപ്പോയിമാരെന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ സോൾജിയേഴ്സിനെ, ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യൻ സോൾജിയേഴ്സിനെ ബ്രിട്ടീഷുകാർ ശിപ്പോയിമാരെന്നാണ് വിളിച്ചിരുന്നത്. അവർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു. അവർ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു, അല്ലെങ്കിൽ പട്ടാളക്കാരായിരുന്നു. ശിപ്പോയിമാരുടെ ഒരു മ്യൂട്ടണി ആയിട്ടാണ്, കലാപമായിട്ടാണ്, റിവോൾട്ടായിട്ടാണ് ഇതിനെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ് ഇന്ത്യൻ ചരിത്രകാരന്മാർ ഈ സമരത്തെ വിശേഷിപ്പിച്ചത്, ഈ റിവോൾട്ടിനെ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഓർ റിവോൾട്ട് ഓഫ് 1857 ഓർ ശിപ്പോയി മ്യൂട്ടണി ഓഫ് 1857, 1857 ശിപ്പോയിമാരുടെ കലാപം. The first war of Indian independence started at Meerut by the Sepoys. മീററ്റിലെ ശിപ്പോയിമാർ, അല്ലെങ്കിൽ മീററ്റിൽ ശിപ്പോയിമാരാണ് ഈ സമരം ആരംഭിച്ചത്. The first war of Indian independence started by the Sepoys of Meerut. മീററ്റിലാണ് ഇത് ആരംഭിക്കുന്നത്, ശിപ്പോയിമാരാണ് ആരംഭിക്കുന്നത്. ശിപ്പോയിമാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യൻ സോൾജിയേഴ്സ്, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ളവരും ഇന്ത്യക്കാരായതുമായ സോൾജിയേഴ്സ് ആണ് ശിപ്പോയിമാർ. The first war of Indian independence or the revolt of 1857 started at Meerut by the Sepoys. മീററ്റിലാണ് ആരംഭിച്ചത്, ശിപ്പോയിമാരാണ് ഈ റിവോൾട്ട് ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ, ഒന്നാമത്തത് ശിപ്പോയിമാരുടെ കുറഞ്ഞ സാലറിയാണ്, പൂർ സാലറി. ഇന്ത്യൻ സോൾജിയേഴ്സ്, these sepoys, they get very low salary. ഇന്ത്യൻ പട്ടാളക്കാർ, അതായത് ശിപ്പോയിമാർക്ക് ഏറ്റവും കുറഞ്ഞ സാലറിയാണ്, ശമ്പളമാണ് ലഭിച്ചിരുന്നത്. അപ്പൊ കുറഞ്ഞ ശമ്പളമാണ് ഒരു കാരണം. പൂർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ശിപ്പോയിമാരുടെ കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷുകാരായ ഓഫീസർമാരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമാണ് ശിപ്പോയിമാരെ ഒരു കലാപം നടത്താൻ, ഒരു റിവോൾട്ട് നടത്താൻ പ്രേരിപ്പിച്ചത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ബ്രോക്ക് ഔട്ട് അറ്റ് മീററ്റ് ബൈ ദ ശിപ്പോയിസ്. മീററ്റിലാണ് ഇത് ആരംഭിച്ചത്, ശിപ്പോയിമാരാണ് ആരംഭിച്ചത്. ഇതിന്റെ പ്രധാന കാരണം ശിപ്പോയിമാരുടെ പൂർ സാലറി ആയിരുന്നു. പൂർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. Poor salary and abuse by the British officers were the major reasons for the resentment of the Sepoys. ശിപ്പോയിമാരുടെ അസംതൃപ്തിക്ക്, റെസന്റ്മെന്റിന്റെ പ്രധാന കാരണം അവരുടെ കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷുകാരായ ഓഫീസർമാരുടെ, അവരുടെ പട്ടാള ഓഫീസർമാരുടെ, ബ്രിട്ടീഷുകാരായ പട്ടാള ഓഫീസർമാരുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. Poor salary and abuse by the British officers were the major reasons for the resentment of the Sepoys. ശിപ്പോയിമാരാണ് കലാപം ആരംഭിച്ചത്. ശിപ്പോയിമാർ അസംതൃപ്തരാകാനുള്ള കാരണം അവരുടെ കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷുകാരായ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ഇതിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് the rumor that the cartridges in the newly supplied Enfield rifles were greased with the fat of cows and pigs provoked the Sepoys. ശിപ്പോയിമാർക്ക് ബ്രിട്ടീഷുകാർ പുതിയ തോക്കും തിരയും സപ്ലൈ ചെയ്തു. ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷുകാർ പുതിയ എൻഫീൽഡ് റൈഫിളും കാട്രിഡ്ജസും, എൻഫീൽഡ് റൈഫിൾ, എൻഫീൽഡ് തോക്ക്, പുതിയ തരം തോക്കും തിരയും. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തോക്ക് ഗൺ പൗഡർ ഫില്ല് ചെയ്യുന്നതായിരുന്നു. വെടിമരുന്ന് നിറച്ച് നമ്മളെ കതിന വെടി വയ്ക്കുന്നത് പോലെ, ക്ഷേത്രങ്ങളിലൊക്കെ കുറ്റിയിൽ വെടിമരുന്ന് നിറച്ചിട്ട് വെടിവെക്കൂല, അതുപോലെ തോക്കിലും വെടിമരുന്ന് നിറച്ച് വെടിവെക്കണം. അതിൽ നിന്ന് ഫയറാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട്
വളരെ അകലെയുള്ള ഒരാളിനെ വെടിവെക്കാൻ കഴിയില്ല. പഴശ്ശിരാജ എന്ന ഫിലിമിലൊക്കെ ആ തോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാറ്റ്രിഡ്ജസ്, വെടിയുണ്ടകൾ ഉപയോഗിക്കുന്ന തോക്കുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗൺ പൗഡർ ഫില്ല് ചെയ്യുന്ന ഗൺ പൗഡർ, വെടിമരുന്ന് നിറയ്ക്കുന്ന തോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ വെടിമരുന്ന് നിറയ്ക്കുന്ന തോക്കുകൾ പിൻവലിച്ചിട്ട് കുറച്ചുകൂടെ മോഡേണായ എൻഫീൽഡ് റൈഫിൾ, വെടിയുണ്ടകൾ നിറയ്ക്കുന്ന തോക്കുകൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്തു, വിതരണം ചെയ്തു. ഈ തോക്കുകളിൽ നിറയ്ക്കുന്ന കാറ്റ്രിഡ്ജസ്, അതായത് വെടിയുണ്ട, ബുള്ളറ്റ്, ഈ ബുള്ളറ്റുകളെ, വെടിയുണ്ടകളെ കാറ്റ്രിഡ്ജസിനെ ഒരു പേപ്പർ കൊണ്ട്, ഒരു ഗ്രീസ്ഡ് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓയിലി പേപ്പർ കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഓരോ വെടിയുണ്ടയും ഒരു എണ്ണമയമുള്ള പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതാണ്. ഈ പേപ്പർ കടിച്ചു കീറി കളഞ്ഞതിന് ശേഷം ആണ് തിര തോക്കിൽ നിറയ്ക്കേണ്ടത്. എന്നാൽ ഈ പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫാറ്റ്, കൊഴുപ്പ് പന്നികളിൽ നിന്നും പശുക്കളിൽ നിന്നും ശേഖരിച്ചതാണെന്ന് റൂമർ, ഒരു ഊഹാപോഹം ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ പരന്നു. പന്നികളുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്ക് വർജ്യമായിരുന്നു. മുസ്ലിങ്ങൾ പന്നികളെ ഭക്ഷിക്കാറില്ല, അതിൻ്റെ കൊഴുപ്പ് ഉപയോഗിക്കാറില്ല. പന്നികൾ അവരെ സംബന്ധിച്ച് ഏറ്റവും നികൃഷ്ടമായ മൃഗമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് പശു പുണ്യമൃഗമാണ്. അതിപുരാതന കാലം മുതൽ തന്നെ ഹിന്ദുക്കൾ പശുവിനെ പശുപതി എന്ന പേരിൽ ആരാധിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോക്കും തിരയും ഉപയോഗിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാർ വിസമ്മതിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാള ഓഫീസർമാർ ഈ തോക്കും തിരയും ഉപയോഗിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാരെ നിർബന്ധിച്ചു. അതോടെ മംഗൽ പാണ്ഡെ എന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ, ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ശിപ്പോയി ഈ തിരയും തോക്കും ഉപയോഗിക്കാൻ തന്നെ നിർബന്ധിച്ച ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ വെടിവെച്ച് കൊന്നു. അതോടുകൂടി ബ്രിട്ടീഷുകാർ മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തു. ഇതും ശിപ്പോയിമാരുടെ അസംതൃപ്തിക്ക് കാരണമായി. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പൂർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ 1857 റിവോൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പൂർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഇമ്മീഡിയറ്റ് കോസ്, ഈ റിവോൾട്ടിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഇതാണ്: ദ റൂമർ ദാറ്റ് ദ കാറ്റ്രിഡ്ജസ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾസ് വെയർ ഗ്രീസ്ഡ് വിത്ത് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്. പുതുതായി സപ്ലൈ ചെയ്ത എൻഫീൽഡ് തോക്കിൽ നിറയ്ക്കുന്ന കാറ്റ്രിഡ്ജസിനെ പൊതിഞ്ഞിരിക്കുന്ന പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീസ് പശുക്കളിൽ നിന്നും പന്നികളിൽ നിന്നും ശേഖരിച്ച ഫാറ്റാണ്. പശുക്കളിൽ നിന്നും പന്നികളിൽ നിന്നും ശേഖരിച്ച ഫാറ്റാണ് വെടിയുണ്ടകളെ പൊതിഞ്ഞിരിക്കുന്ന പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്നുള്ള ഒരു റൂമർ, ഒരു തെറ്റായ പ്രചരണം. അത് ശരിയാകണമെന്നില്ല, ഒരു ഊഹാപോഹമാണ്. ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ പരന്ന ഒരു വാർത്തയാണത്. അത് ശരിയാകണമെന്നൊന്നുമില്ല. റൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഊഹാപോഹം, നുണപ്രചരണം എന്നൊക്കെയാണ്. The rumor that the cartridges in the newly supplied Enfield rifles were greased with the fat of cows and pigs. പുതുതായി സപ്ലൈ ചെയ്ത എൻഫീൽഡ് തോക്കിൽ നിറയ്ക്കുന്ന കാറ്റ്രിഡ്ജസിനെ, വെടിയുണ്ടകളെ പൊതിഞ്ഞിരിക്കുന്നത് പന്നികളിൽ നിന്നും പശുക്കളിൽ നിന്നും ശേഖരിച്ച കൊഴുപ്പ് പുരട്ടിയ പേപ്പർ കൊണ്ടാണെന്നുള്ള ഒരു റൂമർ ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ പ്രചരിച്ചു. ഇറ്റ് പ്രൊവോക്ഡ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജിയേഴ്സ്. ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ഇന്ത്യൻ പട്ടാളക്കാരെ അല്ലെങ്കിൽ ശിപ്പോയിമാരെ പ്രൊവോക്ക് ചെയ്തു. അവരുടെ മതപരമായ വികാരത്തിനെതിരായിരുന്നു ഇത് ഉപയോഗിക്കുന്നത്. The British officers compelled Indian soldiers or sepoys to use the new cartridges. പുതിയ കാറ്റ്രിഡ്ജസ് ഉപയോഗിക്കാൻ ബ്രിട്ടീഷുകാരായ പട്ടാള ഓഫീസർമാർ ഇന്ത്യൻ സോൾജിയേഴ്സിനെ അല്ലെങ്കിൽ ശിപ്പോയിമാരെ കമ്പൽ ചെയ്തു, നിർബന്ധിച്ചു. In Barakpur, Mangal Pandey, an Indian soldier, shot dead a British officer who
compelled him to use the new cartridge. പുതിയ കാട്രിഡ്ജ് ഉപയോഗിക്കാൻ തന്നെ നിർബന്ധിച്ച ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ മംഗൽ പാണ്ഡെ എന്ന ഇന്ത്യൻ സിപ്പോയി, ഇന്ത്യൻ സോൾജിയർ വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാരായ പട്ടാള ഓഫീസർമാർ ഇന്ത്യൻ പട്ടാളക്കാരെ, അതായത് ശിപ്പോയിമാരെ, ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ ശിപ്പോയിമാരെന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ ഈ പുതിയ തിര ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് പട്ടാള ഓഫീസർമാർ നിർബന്ധിച്ചു. ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ ഈ പുതിയ തിര ഉപയോഗിക്കാൻ തന്നെ നിർബന്ധിച്ച ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ വെടിവെച്ചു കൊന്നു. The British arrested മംഗൽ പാണ്ഡെ ആൻഡ് ഹാങ്ഡ് ഹിം ടു ഡെത്ത്. ബ്രിട്ടീഷുകാർ മംഗൽ പാണ്ഡെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതാണ് റിവോൾട്ടിന്റെ ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്നുണ്ടായ കാരണം. The rumor that the cartridges in the newly supplied Enfield rifles were greased with the fat of cows and pig, it provoked Indian soldiers or sepoys. Mangal Pandey, an Indian soldier, shot dead the British officer who forced him to use the new cartridges. He was arrested and hanged to death. In addition to the sepoys, ശിപ്പോയിമാർ മാത്രമല്ല ഈ റിവോൾട്ട്, ശിപ്പോയിമാരാണ് റിവോൾട്ട് ആരംഭിച്ചതെങ്കിലും ശിപ്പോയിമാർ മാത്രമല്ല ഈ റിവോൾട്ടിൽ പങ്കെടുത്തത്. ഇൻ അഡീഷൻ ടു ദ ശിപ്പോയിസ്, പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും. ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യൻ സോൾജിയേഴ്സ് ആണ് ശിപ്പോയിമാർ. ശിപ്പോയിമാരാണ് റിവോൾട്ട് ആരംഭിച്ചതെങ്കിലും പിന്നീട് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും റിവോൾട്ടിൽ പങ്കെടുത്തു. പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിംഗ് കിങ്സ്, രാജാക്കന്മാർ പങ്കെടുത്തു. ഫാർമേഴ്സ്, കർഷകർ പങ്കെടുത്തു. ക്രാഫ്റ്റ്സ്മെൻ, കൈത്തൊഴിലുകാർ പങ്കെടുത്തു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും. ഇൻ അഡീഷൻ ടു ശിപ്പോയിസ്, ശിപ്പോയിമാർക്ക് പുറമെ പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിംഗ് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ took part in the revolt or rebellion. ഈ കലാപത്തിൽ, ഈ സമരത്തിൽ ശിപ്പോയിമാർക്ക് പുറമെ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകൾ, രാജാക്കന്മാർ പങ്കെടുത്തു, കർഷകർ പങ്കെടുത്തു, കൈത്തൊഴിലുകാർ പങ്കെടുത്തു, അലക്കുകാർ പങ്കെടുത്തു, പൂജാരികൾ പങ്കെടുത്തു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾ ഈ റിവോൾട്ടിൽ പങ്കെടുത്തു. രാജാക്കന്മാർ റിവോൾട്ടിൽ പങ്കെടുക്കാനുള്ള കാരണം, the British rule adversely affected the kings too. രാജാക്കന്മാർക്കും ദോഷകരമായി ബാധിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണം രാജാക്കന്മാരെയും അഡ്വേഴ്സായി അഫക്റ്റ് ചെയ്തു. The British rule adversely affected the kings too. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയും ദോഷകരമായി ബാധിച്ചു. In addition to doctrine of lapse, the princely states were convicted of inefficient rule and were annexed by the British. Doctrine of lapse, ദത്താവകാശ നിരോധന നയം. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഒരു നയമാണ്, ഒരു പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നയം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അന്ന് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് സ്വന്തമായി ആൺമക്കളില്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി ആ രാജാവിൻ്റെ കാലശേഷം ആ രാജ്യം ഭരിക്കാനുള്ള അധികാരം നൽകിയിരുന്നു, രാജ്യാവകാശം നൽകിയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടെ ഡൽഹൌസി പ്രഭുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് ദത്തെടുക്കാനുള്ള, ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശത്തെ നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഈ നിയമം നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് ആൺകുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലാതായി. അതോടെ ആ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ഡോക്ട്രിൻ ഓഫ് ലാപ്സിന് പുറമെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. അതുകൂടാതെ ഇൻഎഫിഷ്യന്റ് റൂളിന്റെ പേരിൽ, ഭരണം ശരിയല്ല അല്ലെങ്കിൽ കാര്യശേഷി ഇല്ലാത്ത ഭരണം എന്നതിൻ്റെ പേരിലും പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. ഡോക്ട്രിൻ ഓഫ് ലാപ്സിന് പുറമെ, ഇൻ അഡീഷൻ ടു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നയത്തിന് പുറമെ ഇൻഎഫിഷ്യന്റ് റൂളിന്റെ പേരിലും പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ
കൈവശപ്പെടുത്തി. ഇതാണ് രാജാക്കന്മാർ ഈ കലാപത്തിൽ പങ്കെടുക്കാനുണ്ടായ കാരണം. ഡോക്ട്രിൻ ഓഫ് ലാപ്സിന് പുറമെ ഇൻഎഫിഷ്യന്റ് റൂളിന്റെ പേരിലും പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തു, അവരുടെ എംപയറിനോട് കൂട്ടിച്ചേർത്തു. In addition to doctrine of lapse, the princely states were convicted of inefficient rule and were annexed by the British. This made the kings to lead the rebellion. ഇതാണ് രാജാക്കന്മാരെ കലാപത്തിന് നേതൃത്വം നൽകാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ഇന്ത്യയിലെ രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ ഈ കലാപത്തിൽ പങ്കെടുത്തു. 1857 റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, miseries of farmers, poor salary and abuse of British, or poor salary of ശിപ്പോയിസ്, ശിപ്പോയിമാരുടെ കുറഞ്ഞ ശമ്പളം, മിസറീസ് ഓഫ് ഫാർമേഴ്സ്, കർഷകരുടെ ദുരിതങ്ങൾ, പോവർട്ടി ഓഫ് ക്രാഫ്റ്റ്സ്മെൻ, കൈത്തൊഴിലുകാരുടെ ദാരിദ്ര്യം, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ അസംതൃപ്തി. രാജാക്കന്മാർ അസംതൃപ്തരാകാനുള്ള കാരണം ഡോക്ട്രിൻ ഓഫ് ലാപ്സും ഇൻഎഫിഷ്യന്റ് റൂളിന്റെ പേരിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെയും ഇൻഎഫിഷ്യന്റ് റൂളിന്റെ പേരിലും പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തതുകൊണ്ടാണ്, അവരുടെ എംപയറിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് രാജാക്കന്മാർ ഡിസാറ്റിസ്ഫൈഡ് ആയത്. രാജാക്കന്മാരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, മിസറീസ് ഓഫ് ഷിപ്പോയിസ്, ഷിപ്പോയിമാരുടെ ദുരിതങ്ങൾ, ഇതെല്ലാമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ. മിസറീസ് ഓഫ് ഫാർമേഴ്സ്, മിസറീസ് ഓഫ് ഷിപ്പോയിസ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, പോവർട്ടി ഓഫ് ക്രാഫ്റ്റ്സ്മെൻ, പോവർട്ടി ഓഫ് ഫാർമേഴ്സ്, ഇവയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ. കോസസ് ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, മിസറീസ് ഓഫ് ഫാർമേഴ്സ്, മിസറീസ് ഓഫ് ഷിപ്പോയിസ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, പോവർട്ടി ഓഫ് ക്രാഫ്റ്റ്സ്മെൻ, poverty of farmers. These were the main reasons or causes of the revolt of 1857. Along with the kings and sepoys, common people also took part in this revolt. രാജാക്കന്മാർക്കും ശിപ്പോയിമാർക്കും പുറമെ സാധാരണക്കാരും ഈ റിവോൾട്ടിൽ പങ്കെടുത്തു. They attacked the British and the money lenders and set fire to their account books, deeds and documents of transaction. ശിപ്പോയിമാർക്കും രാജാക്കന്മാർക്കും പുറമെ സാധാരണക്കാരും ഈ റിവോൾട്ടിൽ പങ്കെടുത്തു. The common people attacked the British, ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു. And money lendersനെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെയും ജനങ്ങൾ ആക്രമിച്ചു. The common people attacked the British and the money lenders and set fire to their account books, അവരുടെ കണക്ക് പുസ്തകങ്ങൾ, ഡീഡ്സ് പ്രമാണങ്ങൾ, മറ്റ് ഡോക്യുമെന്റ്സ്, മറ്റ് രേഖകളെല്ലാം ജനങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുക്കുകയും കത്തിച്ച് കളയുകയും ചെയ്തു. The common people attacked the British. In addition to the kings and the sepoys, the common people also took part in the revolt. They attacked the British and the money lenders and set fire to their account books, deeds and documents of transaction. സാധാരണക്കാർ ബ്രിട്ടീഷുകാരെയും മണി ലെൻഡേഴ്സിനെയും ആക്രമിക്കുകയും അവരുടെ അക്കൗണ്ട് ബുക്കുകൾ, ഡീഡ്സ്, അവരുടെ കൈവശമുള്ള പ്രമാണങ്ങൾ, മറ്റ് രേഖകൾ ഇവയെല്ലാം കത്തിച്ചു കളഞ്ഞു. The most important feature, the salient feature of the rebellion was the active participation of common people like farmers and craftsmen. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു സാധാരണക്കാരായ കർഷകരുടെയും കൈത്തൊഴിലുകാരുടെയും വൻതോതിലുള്ള പാർട്ടിസിപ്പേഷൻ. The salient feature of the revolt of 1857 or first war of Indian independence was the active participation of common people like farmers and craftsmen. സാധാരണക്കാരായ കർഷകരുടെയും കൈത്തൊഴിലുകാരുടെയും സജീവ പങ്കാളിത്തം. സാധാരണക്കാരായ കർഷകരുടെയും കൈത്തൊഴിലുകാരുടെയും സജീവ പങ്കാളിത്തമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. The salient feature of the revolt of 1857 was the active participation of the common people like farmers and craftsmen. The real strength of the rebellion or the revolt was ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തു. The real strength of the rebellion was the Hindu-Muslim unity. ഈ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി
ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. In addition to the kings and Shippois, the common people also took part in the revolt. They set fire to the account books of moneylenders, account books, deeds and documents or transactions of moneylenders. The salient feature of the rebellion was the active participation of the common people like farmers and craftsmen. The real strength of the rebellion was the Hindu-Muslim unity. The rioters captured Delhi and declared Bahadur Shah II as the Emperor of India. അങ്ങനെ കലാപകാരികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഡൽഹി പിടിച്ചെടുക്കുകയും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയിലെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. The rioters captured Delhi. The rioters, കലാപകാരികൾ, the rioters captured Delhi from the British and declared Bahadur Shah II as the Emperor of India. But finally the British suppressed the revolt. എന്നാൽ അവസാനം ബ്രിട്ടീഷുകാർ ഈ കലാപം അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണങ്ങൾ അടുത്ത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട സെന്റേഴ്സും അതിന്റെ ലീഡേഴ്സും, മെയിൻ സെന്റേഴ്സ് ആൻഡ് ലീഡേഴ്സ്. ഡൽഹിയിൽ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു, ലാസ്റ്റ് മുഗൾ എംപറർ. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡ്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ്. സെന്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓർ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളും നേതാക്കന്മാർ. ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ്. In Jhansi, the revolt was led by Rani Lakshmi Bai. Lucknow, the revolt was led by Begum Hasrat Mahal. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. In Kanpur, the revolt was led by Nana Sahib and Tandiya Topi. കാൺപൂരിൽ റിവോൾട്ടിന് നേതൃത്വം നൽകിയ രണ്ട് നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. In Faizabad, the revolt was led by മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയായിരുന്നു. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ്, ഝാൻസി റാണി ലക്ഷ്മി ഭായ്, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. The first war of Indian independence was a failure. ഇതൊരു പരാജയമായിരുന്നു. The British suppressed the revolt. ഈ കലാപത്തെ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. ഈ കലാപം പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. What were the causes that led to the failure of the revolt? ഈ റിവോൾട്ട് പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, the revolt broke out different places at different times. പല സ്ഥലങ്ങളിൽ പല സമയത്താണ് ആരംഭിച്ചത്. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, the writers could not overcome the superior military power of the British. ബ്രിട്ടീഷുകാരുടെ സുപ്പീരിയർ മിലിറ്ററി പവറിനെ ഓവർകം ചെയ്യാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. അതായത് ബ്രിട്ടീഷുകാർക്ക് തോക്കും പീരങ്കി മുതലായ ആയുധങ്ങളുണ്ട്. തോക്ക്, പീരങ്കി മുതലായ ആയുധങ്ങൾ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ സോൾജേഴ്സിന് അമ്പും വില്ലും വാളും കുന്തവും അതുപോലുള്ള വെപ്പൺസ്, മോഡേൺ വെപ്പൺസ് ഇന്ത്യൻ സോൾജേഴ്സിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി സ്ട്രെങ്തിനെ ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ ഇന്ത്യൻ സോൾജേഴ്സിന് കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാർക്ക് മോഡേൺ വെപ്പൺസ് ആയ റൈഫിൾസും ക്യാനൺസും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സോൾജേഴ്സിന് അവയൊന്നും ഉണ്ടായിരുന്നില്ല. റൈഫിൾസോ ക്യാനൺസോ തോക്കുകളോ പീരങ്കികളോ, വെടിവെക്കാനുള്ള തോക്കുകളോ പീരങ്കികളോ ഒന്നും തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പട്ടാളക്കാർക്ക് അമ്പും വില്ലും വാളും കുന്തവും അതുപോലുള്ള വെപ്പൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് മറ്റൊരു പ്രധാന കാരണം. The revolt broke out different places at different times. ഒന്നാമത്തെ കാരണം, causes of failure. റിവോൾട്ട് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി, അതുകൊണ്ട് ഇത് പരാജയപ്പെട്ടു. റിവോൾട്ട് പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണം, the revolt broke out different places at different times. മറ്റൊരു കാരണം, there is no unity among Indian leaders. ഇന്ത്യൻ നേതാക്കന്മാർക്ക് യൂണിറ്റി ഉണ്ടായിരുന്നില്ല, ഐക്യം ഉണ്ടായിരുന്നില്ല. അത് മറ്റൊരു കാരണം. റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ഡിഫറെന്റ് പ്ലേസസ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. നോ യൂണിറ്റി among Indian leaders. The rioters
could not overcome the superior military power of the British. ബ്രിട്ടീഷുകാരുടെ സുപ്പീരിയർ മിലിറ്ററി പവറിനെ ഓവർകം ചെയ്യാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. Even though the revolt was a failure, റിവോൾട്ട് ഫെയിലുവർ ആയിരുന്നു. പല കാരണങ്ങളായിരുന്നു. ഒന്ന്, റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ഡിഫറെൻറ്റ് പ്ലേസസ് ഡിഫറെൻറ്റ് ടൈംസ്. രണ്ടാമത്തെ കാരണം, there is no unity among Indian leaders. മൂന്നാമത്തെ കാരണം, the writers could not overcome the superior military power of the military strength of the British. ഈ കാരണങ്ങൾ കൊണ്ട് റിവോൾട്ട് പരാജയപ്പെട്ടു. റിവോൾട്ട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി. ആസ് എ റിസൾട്ട് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, 100 years of East India Company's rule in India came to an end. ഈ റിവോൾട്ട് പരാജയപ്പെട്ടെങ്കിലും 1757 മുതൽ 1857 വരെയുള്ള 100 വർഷത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു ഈ റിവോൾട്ടോടുകൂടി. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി 1757 മുതൽ 1857 വരെയുള്ള 100 വർഷക്കാലത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു. അന്ന് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയ ഒരു വിളംബരം പ്രൊക്ലമേഷൻ പുറപ്പെടുവിക്കുകയും അങ്ങനെ ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ അനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടനിലെ രാജ്ഞിയായ ക്യൂൻ വിക്ടോറിയ ഏറ്റെടുക്കുകയും ചെയ്തു. As a result of this revolt, the British Parliament took over India from the British East India Company. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടനിലെ പാർലമെന്റ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അങ്ങനെ ഇന്ത്യ ഭരിക്കാനായി വൈസ്രോയിമാരെ നിയമിക്കുകയും ചെയ്തു. രാജ്ഞി തന്റെ റെപ്രസെന്റേറ്റീവ്സായി വൈസ്രോയിമാരെ നിയമിച്ചു. അതിന് മുമ്പ് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സായി ഇന്ത്യ ഭരിച്ചിരുന്നത് ഗവർണർ ജനറൽമാരായിരുന്നു. 1757 മുതൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെ ഉള്ള 100 വർഷം ഇന്ത്യ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയ ഗവർണർ ജനറൽമാരായിരുന്നു. എന്നാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും 1858 മുതൽ ഇന്ത്യ ഭരിക്കാനായി ബ്രിട്ടനിലെ അന്നത്തെ രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയ തന്റെ റെപ്രസെന്റേറ്റീവായി വൈസ്രോയിമാരെ നിയമിച്ചു. അങ്ങനെ ലാസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് കാനിങ്ങിനെ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി രാജ്ഞി നിയമിക്കുകയും ചെയ്തു. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ഫസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ലോർഡ് കാനിങ്. ലോർഡ് കാനിങ്ങിനെ അവസാന ഗവർണർ ജനറലായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗവർണർ ജനറലായിരുന്ന കാനിങ്ങിനെ ആദ്യ വൈസ്രോയിയായി രാജ്ഞി നിയമിച്ചു.